நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ വാശിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് മനസ്സിലാക്കിയ അവള് തന്നെ പേടിച്ചു പിന്മാറും. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട. മഞ്ജു ഇപ്പൊ പഴയ ആളൊന്നും അല്ല. ഇപ്പൊ നല്ല ധൈര്യമുണ്ട്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ചേച്ചി വെറുതെ വിഷമിക്കൊന്നും വേണ്ട. ശാലിനിക്ക് നാണമില്ലാന്ന് നമുക്ക് നേരത്തെ അറിയാന്നല്ലേ. പക്ഷെ ഗിരിയേട്ടന്റെ അടുത്ത് അവളുടെ കളിയൊന്നും നടക്കില്ല. എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസാ മോളെ. അവള് ഗിരിയേട്ടനോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം കാണുമ്പോഴല്ല എനിക്ക് വിഷമം തോന്നിയത്. അതിന് അമ്മയും സ്വപ്നയും കൊടുക്കുന്ന പ്രോത്സാഹനം കാണുമ്പോഴാ. സ്വന്തം വീട്ടിലേക്ക് മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തി മകന്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തണമെങ്കിൽ അമ്മ അത്രമാത്രം എന്നെ വെറുക്കുന്നുണ്ട് എന്നല്ലേ. ചേച്ചി അങ്ങനെ ഒന്നും കരുതണ്ട. ഭാനുമതി അമ്മ വിളിച്ചിട്ടൊന്നും അല്ല ശാലിനി വന്നത്. അവൾക്ക് ഗിരിയേട്ടനുള്ളിടത്ത് വലിഞ്ഞു കയറി വരുന്ന സ്വഭാവമുണ്ട്, അത്രേ ഉള്ളൂ. ചേച്ചി അവളെ കാര്യമായിട്ട് എടുക്കണ്ട. അവക്ക് ഗിരിയേട്ടനെ കിട്ടാത്തതിന്റെ വിഷമം ഇങ്ങനെയൊക്കെയല്ലേ തീർക്കാൻ പറ്റൂ. ഈ വീട്ടിൽ നിനക്കൊരു വേലക്കാരിയുടെ സ്ഥാനം പോലുമില്ല. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നിന്റെ ചേച്ചി ഏത് നിമിഷം വേണമെങ്കിലും ആന്റി വീട്ടിൽ നിന്ന് പുറത്താക്കും. ആന്റി അങ്ങനെ ഒരു തീരുമാനം എടുത്താം ഗിരി അതിനെ എതിർക്ക പോലുമില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ നീ ആത്മവിശ്വാസം കാണിക്കുന്നത്? ചേച്ചിയോട് ഇവിടുന്ന് പോവാൻ ഗിരിയേട്ടൻ ഒരിക്കലും പറയില്ല. നീ എന്ത് വിശ്വസിച്ചിട്ടാ മോളെ ഈ പറയുന്നേ? നിന്റെ ചേച്ചി ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല. ഗിരിക്ക് പോലെ ഇവിടെ ഇഷ്ടമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? വേണ്ട, ഞാൻ തീരുമാനിക്കുന്നില്ല. നിന്റെ ചേച്ചി പറയട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇന്നേ വരെ ഗിരി നിന്നെ ഇഷ്ടമാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? എല്ലാവരും സ്നേഹം വാക്കുകൊണ്ട് പറയണമെന്നില്ല. ഞാനും അങ്ങനെ വിശ്വസിച്ച് നടന്നതാ. അവൻ എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചതാ. ഇപ്പൊ അവൻ പറയുന്നത് അത് ഗോപാൽജിയുടെ മകളായതുകൊണ്ട് കാണിക്കുന്ന കരുതൽ മാത്രമാണെന്നാ. നിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാവും. അവൻ നിന്നോട് കാണിക്കുന്നത് സ്നേഹമാണെന്ന് നിനക്ക് തോന്നുമായിരിക്കും. പക്ഷേ അത് ഭാര്യയോട് കാണിക്കുന്ന കരുതൽ മാത്രം. ആ ബന്ധം തകർന്നാൽ ആ കരുതലും തീരും. അല്ലാതെ നിന്നെ അവന് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല മഞ്ജു. നീ അവന്റെ അച്ഛനെ കൊന്ന വർഗത്തിൽപ്പെട്ടതല്ലേ. പോലീസുകാർ അവന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ ഇപ്പോഴും അവന് നീറുന്നുണ്ടാവും. ആ നീറ്റിൽ ഉള്ളിടത്തോളം കാലം അവന് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ വിട്ട് അവൻ എന്റെ അടുത്ത് വരും. ഗിരിയേട്ടൻ എന്നെ ഒരിക്കലും കൈവിടില്ല. നീ ഗിരിയുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ തീരുമാനിച്ച ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങാൻ നിങ്ങൾ പിരിയുന്നത് വരെ ഞാൻ കാത്തു നിന്നൊന്നും വരില്ല. ഒരു പെണ്ണൊരാ അവൻ ഇത്രയും വാശി കാണിക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. എടീ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് എന്ത് കളിക്ക് വേണമെങ്കിലും വന്നോ, എന്റെ അനിയത്തിയുടെ നേരെ കൈ ഓങ്ങരുതെന്ന്. കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ? സമാധാനമായല്ലോ. ഇനി പോയിക്കോ.
വിളിക്ക് ചേച്ചി. അടി വെച്ച് തന്നുണ്ടല്ലോ. നീ എന്ത് വൃത്തിയോടെ അവളോട് പറഞ്ഞത്? ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? അവളുടെ സംസാരം കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ചേർന്നാണോ? ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കുമെന്ന് വരെ അവൾ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ എന്താ വിളിക്കുക? അത് തന്നെയാ ഞാൻ അവളെ വിളിച്ചത്. എനിക്കതിലൊരു കുറ്റബോധമില്ല. ഗിരി, നീ നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തിക്കോണം. എന്തുപറ്റി? അവളെന്റെ കൈ പിടിച്ച് തിരിച്ചു. വേറെ വല്ലവരും ഇത് ചെയ്തെങ്കിൽ വിവരം അറിഞ്ഞേനെ. ചേച്ചിയും അനിയത്തെയും കൂടി ഈ വീടിന്റെ ഭരണം അങ്ങ് ഏറ്റെടുക്കാൻ തോന്നുന്നു. എന്നെ ഇവൾ അപമാനിച്ചിട്ടും നിനക്കൊരു അക്ഷരം തിരിച്ചു പറയാനില്ലേ? മഞ്ജു, എന്താ നടന്നത്? അത് പിന്നെ ഞാൻ തെളിച്ചു പറ. ശാലിനി മഹിമ അടിക്കാൻ നോക്കിയപ്പോ ഞാൻ തടഞ്ഞു. ഇങ്ങനെ ധൈര്യമായി പ്രതികരിക്കാനാ ഞാൻ നിന്നോട് പറയാറ്. നിന്റെ അനിയത്തിക്കൊരു പ്രശ്നം വന്നപ്പോ നിനക്ക് എവിടെന്നാ ഈ ധൈര്യം കിട്ടിയത്? നിനക്ക് ഈ കിട്ടിയതൊന്നും പോരാ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കുടുംബത്തിലുള്ള ഒരാളെയാ നീ തല്ലാൻ നോക്കിയത്. ഇവളാണോ നിന്റെ കുടുംബത്തിന്റെ ഭാഗം? എന്താ അല്ലേ? എനിക്ക് സ്വപ്നയും മഹിമയും ഒരുപോലെയാ. ഗിരി, എന്നെയാണ് ഇവളുമാരെ അപമാനിച്ചത്. എന്റെ അച്ഛൻ ഇത് അറിഞ്ഞാ ഒന്നും ചെയ്യില്ല. ഗോപാൽജി ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കൂ. ന്യായം മഞ്ജുവിന്റെ ഭാഗത്താ. ഇവൾക്ക് വേണ്ടി നീ എന്നെ എതിർത്ത നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. സാരമില്ല, നീ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാ ചെയ്യ്. മഞ്ജുവിന്റെ ഭാഗത്ത് നിൽക്കാൻ തന്നെയാ എന്റെ തീരുമാനം. പിന്നെ ഇവളാണ് എന്റെ ഭാര്യ.